ഹലോ, എല്ലാവരുടെയും പരാതി തീർത്ത് വീണ്ടും നമ്മൾ കുക്കിങ്ങിലേക്ക് കയറിയേക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ചട്ടി കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്താന്നുള്ളത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുക. ആദ്യമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ ചട്ടിയും നമ്മുടെ മദേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ വേറെ ആൾക്കാർ ചെയ്തേക്കുന്നത് നോക്കിയിട്ടാണ് ഞാനിപ്പം ഇതാക്കിയേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ മാവെല്ലാം അരച്ച് നല്ല കുറച്ച് നേരം പൊങ്ങാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് തേങ്ങ വറുത്തിടാൻ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തേങ്ങ ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. അരിയുണ്ട്, പിന്നെ ശർക്കര പാനിയാക്കിയത്, പിന്നെ ഒരു പഴം ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഞുള്ള് ഉപ്പും ഏലക്ക പൊടിച്ചതിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഞുള്ള് സോഡാപ്പൊടി ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചുട്ട് നോക്കാം. എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ. നമുക്ക് നോക്കാം. ഇത് ഞാൻ മറിച്ചിടാതെ തന്നെ ഇത് മറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ആദ്യം ഇച്ചിരി മാവ് കൂടിപ്പോയേ നടുക്കത്തെ കുഴിയിൽ ഇത് കണ്ടില്ലേ, നിറഞ്ഞു പോയി. പകുതി ഒഴിച്ചാൽ മതി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ നമ്മുടെ ഉണ്ണിയപ്പം. ഇത് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്ത് മാറ്റി വെക്കാവേ. ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അകമൊക്കെ വെന്തോന്ന് നോക്കാം നമുക്ക്. അതെ, നമ്മുടെ ഉണ്ണിയപ്പം സക്സസ് ആയി കേട്ടോ. ഇത് കണ്ടോ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നോക്ക്. ഇനി നമുക്കിതൊന്ന് തുറന്നോട് നോക്കാവേ. ഇച്ചിരി ചൂടുണ്ട്. ലുക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാട്ടോ. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകം നല്ല സോഫ്റ്റുമാണ്. കണ്ടോ. എന്തായാലും നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കിയത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ.